ഇന്നത്തെ കുട്ടികൾ ഒരിക്കലും നെഗറ്റീവ് ഇല്ലാത്തവരാണ്. നമ്മൾ ഇന്നത്തെ കുട്ടികളെയും കൂടി പറഞ്ഞോട്ടെ. നമുക്ക് വിചാരിക്കും അവർ നെഗറ്റീവാണ്. ഇല്ല, അവർ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. അവർ ആൾക്കൂട്ടത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ തയ്യാറാണ്. നല്ല മക്കളാണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ ഭാഗം അവരോടൊപ്പമാണ്, ക്യാമ്പസുകളിലായിട്ടാണ്. അതുകൊണ്ട് ആ കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ആ കുട്ടികൾ അറിയാതെ വഴികെട്ടു പോകുന്നുണ്ട്. ആ വഴികേടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയോ? സങ്കടത്തോടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാതെ നമ്മൾ മയക്കുമരുന്നിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ പോലും അറിയുന്നില്ല. എന്താണ് മയക്കുമരുന്നിന്റെ ദുരന്തമെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചോനാരി കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു കുട്ടി പോലും അതിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ള വല്ലാത്തൊരു ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ മക്കളെ, അതിന് 4 സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിന് ടോളറേഷൻ എന്നാണ് പറയുക. സൈക്കോളജിക്കൽ വേർഡാണ് ടോളറേഷൻ. എന്താ ടോളറേഷൻ? ഒന്നുപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയുടെ പേരാണ് ടോളറേഷൻ. ദയവ് ചെയ്തതിലേക്ക് പോകരുത്. ആരെങ്കിലും നമ്മളെ ക്ഷണിച്ചാൽ അതിനോട് ഡയറ്റ് ടു സേ നോ പറയാൻ നമുക്ക് പറ്റണം. നോ എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് പറ്റണം. എന്നിട്ടും നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മളെ കൊടുക്കുന്നത് ആരാന്നറിയോ? ചങ്ക് ബ്രോസാണ്. നിങ്ങൾക്കത് പറയുമ്പോൾ അതിശയോക്തി തോന്നരുത്. കാരണം സെലിബ്രേഷന്റെ ദിവസത്തിലാണ് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ആ ദിവസത്തിൽ കുട്ടികൾ കൊണ്ടുപോയിട്ട് നമുക്ക് ചിലത് തരും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ രാത്രി പരിപാടികളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പൂരോ മറ്റുള്ള പരിപാടികളോ നടക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ രാത്രി ഇങ്ങനെയുള്ള ചിലത് നടക്കും. ഇത് കുട്ടികളുടെ സെലിബ്രേഷനാണ്, ആഘോഷമാണ്. അല്ലെങ്കിൽ അവിടെ ഒന്നിച്ചുള്ള ടൂറുകളിൽ, ഞാൻ മോശമായിട്ട് പറയല്ല, നല്ല രീതിയിൽ പോയി വരുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷെ ടൂറുകളിൽ ഊട്ടിയുടെ തെരുവ് കയറുമ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു പുകയിൽ നിന്ന് തുടങ്ങും. ആ പുക ഒരു പക്ഷേ സിഗരറ്റാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ വരിക്കുക. ഇലക്ട്രിക് സിഗരറ്റിന്റെ ഉള്ളിൽ പോലും കഞ്ചാവ് കയറ്റാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മുടെ ലോകം ഇന്നുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ലെവലിൽ അവൻ കയറ്റും. പിന്നെ ഇതിനു വേണ്ടി അവൻ കാത്തു നിൽക്കും. ഒറ്റ വട്ടം ഇത് ഉപയോഗിച്ചാൽ മതിയേ നമ്മുടെ ലെവല് തെറ്റിപ്പോകും. അങ്ങനെയാണത്. ഞാൻ ഒരുപാട് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടാണ് പറഞ്ഞത്. ഒറ്റ വട്ടം ഉപയോഗിച്ചാൽ മതി, അപ്പോഴേക്ക് നമ്മുടെ ലെവല് തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു ലോകത്തേക്ക് പോകണമാതിരി തോന്നാം. പിന്നെ അതോടുകൂടി കഴിഞ്ഞ് അവൻ അടുത്തത് ഉപയോഗിക്കും. എന്തിനേറെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ വരെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലമാണ്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പോയി പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് മിഠായി കൊടുക്കുക തെരുവിൽ നിന്ന് ആളുകൾ. അത് കഴിച്ചിട്ട് പിന്നെ ആ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തൊരു ലോകമാണിത്! എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മൾ യൂറോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. യൂറോപ്പിനെ എത്ര വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞാലും നമ്മൾ കണ്ടൊരു യൂറോപ്പുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 56 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ പറഞ്ഞാൽ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. പരസ്യമായിട്ട് ട്രെയിനിൽ പോലും പോകാൻ കഴിയില്ല. ലണ്ടനിൽ പോയ കുട്ടികളോട് ചോദിച്ചു നോക്കും. ട്രെയിനിൽ പോലും പോയാൽ എക്സ്ട്രീം ലെവലല്ലാത്തതെല്ലാം നടക്കും. അവർക്കത് കണ്ട് ചടപ്പ് കെട്ടതാണ്. ആ ഒരു കൾച്ചറിനെ എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? 18 വയസ്സാകുമ്പോൾ കുട്ടികളെ പുറത്താക്കുന്നൊരു ലണ്ടനുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ നന്മകളും പറഞ്ഞോണ്ട്. അപ്പം നിങ്ങൾ പറയും അത് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി. എന്നിട്ട് കുട്ടികൾ പേപ്പറിൽ എഴുതിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ് സർക്കാരിന്, ഞങ്ങൾ 19 വയസ്സുവരെ പേരിൽ നിർത്തണമെന്ന്. അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവും, സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിച്ചോളും. പക്ഷെ അതിന് നെഗറ്റീവ് വശമുണ്ട്, ഉമ്മയും ഇപ്പയും പിന്നെ നോക്കൂല എന്നുള്ളത്. ഈ കുട്ടികളെ പിന്നെ ഉമ്മനും ഇപ്പനും കൊണ്ടുപോയിട്ട് എന്താക്കുന്നത്? അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളുന്നത്. വൃദ്ധസദനങ്ങളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ കെയർ എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ നിങ്ങൾ നോക്കിക്കോ, ഇനി അതിസമ്പന്നമായി AC റൂമും ആൾക്കാരെല്ലാം കൂടി കമ്പനിയായിട്ടുള്ള ഓൾഡ് ഏജ് ഹോം കൊണ്ട് മലപ്പുറം ജില്ല പോലും നിറയുമെന്നാണ് പറയുന്നത്. ഭാവിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പോവാണ്. ഇപ്പം തന്നെ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഉമ്മാരിപ്പാരി നോക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തള്ള, എന്നിട്ട് അവിടെ സുഹൃത്തുക്കളായിട്ട് എങ്ങനെ കഴിയുക? ഈ ഒരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ തുടക്കം എന്താ? ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം കഞ്ചാവിൽ നിന്ന് തുടങ്ങി, അതിൻ്റെ അപ്പുറത്തേക്ക് കഞ്ചാവിൽ എലിവേഷം പുരട്ടാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയതാ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ LSD ആയി, പിന്നെ MDMA ആയി, ചിലപ്പോൾ നേരിട്ട് MDMA ആയി. അതിങ്ങനെ പോയി അവസാനം പെത്തഡിൻ വരെ നീണ്ടു നിൽക്കുന്ന അവൈലബിലിറ്റി നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇത് ഉപയോഗിച്ച് അവസാനം താളം തെറ്റാൻ തുടങ്ങും. അങ്ങനെയാണ് സാലിയൻസ് എന്നതിലേക്ക് കയറുന്നത്. എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരു കുട്ടിക്ക് വിറയലും തുള്ളലും അവിടെ ഇവിടെയും പോയിട്ട് അടിക്കലും ഒക്കെ വരുന്നതിൻ്റെ പേരാണ് സാലിയൻസ്. സാലിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറും. വിഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് പൊട്ടിത്തെറിയായി മാറും,
സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കും, വാപ്പയെ കൊല്ലാൻ നോക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ, അതാ വിഡ്രോവൽ സിൻഡ്രം. നിങ്ങൾ MDMAക്ക് പകരം എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കണം. MDMAക്ക് ഈക്വലായ ഒരു മെഡിസിൻ ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അവനവൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ട് ചിലപ്പോൾ അത് ചാവിയാകാം. ചാവി കൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഞരമ്പ് കീറുന്നത്. എന്നിട്ട് മെല്ലെ തന്നെ സ്വന്തം രക്തം കുടിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ എക്സാജറേഷൻ അല്ല, ഞാൻ ഒരുപാട് കണ്ടതും കേട്ടതും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ചാവി കൊണ്ട്, കയ്യിലുള്ള ബൈക്കിൻ്റെ ചാവി കൊണ്ട് വരച്ചൊരച്ച് രക്തം വരിപ്പിച്ചിട്ട് അത് കുടിക്കുന്ന കുട്ടികളുടെ കാലമാണ്. എവിടെയെങ്കിലും ഒന്നും രണ്ടൊന്നും അല്ല ഇത്. കാരണം സാലിയൻസിൽ നിന്ന് വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറിയാൽ തൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അംശം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ട് അതിനെ വലിച്ചൂറ്റി കുടിക്കുന്ന കുട്ടികളുടെ ഒരു കാലമാണ്. നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊന്ന് പോകും. ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് വിതുമ്പിക്കരയുന്ന കുട്ടികളെ ഒന്ന് പോയി കാണും. വാപ്പ എന്ന് പറഞ്ഞാൽ തീർത്തും പുച്ഛമായി തോന്നുന്ന കുട്ടികളെ കാണും. ഉമ്മ എന്നാൽ വളരെ മോശമാണ് എൻ്റെ ഉമ്മ എന്ന് ആവർത്തിച്ചു പറയുന്ന മയക്കുമരുന്നടിക്കാരനെ നിങ്ങൾ കാണും. അങ്ങനെ കുടുംബത്തിൻ്റെ താളം തെറ്റി എല്ലാ അവസ്ഥകളും തെറ്റി നടക്കുന്ന മക്കളെ നിങ്ങൾ കാണും. ദാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇഷ്ടം പോലെ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. മുടിയെല്ലാം പറിച്ചിട്ട് പായുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ചിലപ്പോൾ ഹാഫ് ചങ്ങലയിലിട്ട് ബന്ധിച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ കാണും. ഇഞ്ചക്ഷൻ എന്ന പേരിൽ അടിച്ചു കൊടുത്തിട്ട് ഡോക്ടർമാർ കൃത്രിമ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ടറി ലൈനിലേക്ക് കയറുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ മക്കളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? പല അജണ്ടകളും അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് ഭീമന്മാർ, അവരുടെ ബിസിനസ്സുകൾ നടക്കണമെന്ന അജണ്ട. രണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് വർഗീയപരമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കണമെന്ന അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി നമ്മുടെ നാടുകൾ നശിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നരുത്. ഏറ്റവും കൂടുതൽ ഇത് ഗുജറാത്തിന്റെ ഓരോ ഭാഗത്തുമാണ് ഉള്ളത് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അന്ന് പാർലമെന്റിൽ സംസാരിച്ചു. കെജ്രിവാൾ സംസാരിച്ച സംസാരത്തിന് അവർ മറുപടി കൊടുത്തിട്ടില്ല. ഗുജറാത്തിന്റെ ഭാഗത്ത് ഇതിന്റെ ഫാക്ടറി ഉണ്ടെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അയാൾക്കെതിരെ ഒരു മറുപടി പോലും അവർ കൊടുത്തില്ല. അതേ ആള് തന്നെയാണ് ഇപ്പതാ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് അദാനി തന്നെയാണ് എന്താക്കുന്നത്, ഈ പറയുന്ന അവിടുത്തെ പോർട്ടും നിയന്ത്രിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഇത്രമാത്രം ഇത് വ്യാപിച്ചത് എന്നതാണ് രാഷ്ട്രീയ പഠനം. ഇതെന്റെ പഠനം മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ പഠനമാണ്. ആ ഒരവസ്ഥയിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തിലെ പണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യ കാലഘട്ടത്തിൽ അതിനെതിരെ പടപൊരുതിയിട്ടുള്ള നമ്മുടെ ആത്മീയ നേതാവുണ്ട്, എല്ലാവരുടെയും ആത്മീയ നേതാവ് കോന്തുനായരെ കൂടെ കൂട്ടിയിട്ട് തോളത്ത് വെച്ച് നടന്നിരുന്ന അതേ കാലത്ത്, ചോനാരി കുടുംബത്തിലെ നിങ്ങളെ അംഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയ കാലത്ത് അന്ന് എതിർത്തുന്നിരുന്ന പോലെ ഇന്ന് നമ്മൾ എതിർക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ടതും. നമ്മളുടെ ഈ ഇരിക്കുന്ന ഓരോ അംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും അതിലേക്ക് കൊണ്ടുപോയാൽ ഒന്ന്, അവന് സോഷ്യൽ ജീവിതം അവസാനിക്കുന്നു, സാമൂഹ്യ ജീവിതം പിന്നില്ല. പിന്നൊന്ന്, അവന്റെ കരിയർ ജീവിതം അവസാനിക്കുന്നു, കൃത്യമായി ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവനക്ക് കഴിയില്ല. മൂന്ന്, അവന്റെ ഇന്റലക്ച്വൽ വിങ് അവസാനിക്കുന്നു, കാരണം അവർക്ക് പിന്നെ നല്ലപോലെ ചിന്തിക്കാൻ കഴിയില്ല. നാലാമത്തത്, അവന്റെ പേഴ്സണൽ ലൈഫ്, അവന്റെ ഫാമിലി ലൈഫ്, 5 ലൈഫും പോവാൻ. അവന് പിന്നെ കുടുംബജീവിതം നല്ല രീതിയിലില്ല, അവന് വ്യക്തിപരമായ ജീവിതമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തിലെ അംഗങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറഞ്ഞോട്ടെ, ആര് അതിലേക്ക് ചെറുതായി വലിക്കാൻ വിളിച്ചാൽ പോലും ദയവ് ചെയ്തൊരു കുട്ടികളും പോകരുതേ. ഇതൊരു ഉപദേശമല്ല, ഒരുപാട് ആളുകളുടെ അനുഭവം അറിയുന്ന എളിയ സഹോദരന്റെ വാക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി. എൻ്റെ കൺമുമ്പിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ആസ് എ കൗൺസിലർ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോഴും എൻ്റെ അസിസ്റ്റന്റുമാരായിട്ട് 5-6 ആൾക്കാരുണ്ട്. അവരെന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പേരിലാണ്, സാർ അതെന്ത് ചെയ്യണമെന്ന്. മൊബൈലിന് പോലും ഒഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് മയക്കുമരുന്ന് വ്യാപിച്ച ഒരു കാലത്ത് നമ്മുടെ ഈ ചോനാരി കുടുംബത്തിലെ കുട്ടികളും അവരുമായി ബന്ധപ്പെട്ടവരും ദയവ് ചെയ്ത് പറയണം, ഞങ്ങളതിലേക്കില്ല എന്ന്. പറയുമ്പോൾ നിനക്കൊന്നും തോന്നരുത്, രാത്രി 12 മണി കഴിഞ്ഞ് നമ്മുടെ നാടിലെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന കുട്ടികൾ പാവങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല. പക്ഷെ അവരെ തേടിയിട്ട് രാത്രികാലങ്ങളിൽ വണ്ടികൾ വരും, എന്നിട്ട് അവരോട് 1-2 ദിവസം സംസാരിച്ചിരിക്കും, അവരെ നാസ്ത കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇതും എനിക്കുള്ള അനുഭവമാണ്, എന്നോട് കുട്ടികൾ പറഞ്ഞതാണ്. അവരെ കൊണ്ടുപോയത് ഈ 2 മണിവരെക്കുള്ള ഹോട്ടലുണ്ടല്ലോ, 3 മണിവരെക്കുള്ള, അവിടെ പോയിട്ടല്ല ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവസാനം പിന്നെ ഇതിലേക്ക് അവരെ ക്ഷണിക്കുകയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്ക് പോവുകയും ചെയ്യും. അതിന് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ളവർ കുട്ടികൾക്ക് കുറേശ്ശൊക്കെ പൈസ കൊടുക്കണം എന്നുള്ളതാണ്. ഒരു 500 റുപ്യ കൊടുത്താൽ 500 റുപ്യ വെച്ചാൽ നിങ്ങളാകെപ്പാടെ മടി കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരു 5000-ന് വേണ്ടി MBA വെക്കാൻ വേണ്ടിയിട്ട് പോകും.
അവർ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ചായയും പൊറാട്ടയും കഴിക്കണമെന്ന് വിചാരിച്ചാൽ അതിന് പോലും പൈസ ഇല്ലാത്ത കുട്ടികളായി നമ്മളെ കുട്ടികളെ മാറ്റരുത്. അവരെന്തിനുപയോഗിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ നോക്കണം. അത്യാവശ്യം ചെറിയ ചെറിയ ചെലവിനൊക്കെ നമ്മൾ കൊടുത്താൽ പിന്നെ വല്ലാണ്ടൊന്നും ഒരു വലിയ പൈസയ്ക്ക് വേണ്ടി പോകില്ല. തീരെ പൈസ ഇല്ലാതാകുമ്പോൾ എൻ്റെ ഉമ്മയിപ്പം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കേണ്ടത് അവനോട് വിചാരിക്കാം, എന്നിട്ട് തോന്നിയ മാതിരി അവൻ ജീവിക്കാൻ പോവുകയാണ്. അവിടെ എൻ്റെ മക്കൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറയാണ്, കോളേജിലേക്ക് പോകുന്ന കുട്ടികളോട് സംസാരം അധികരിച്ചു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോളേജിലേക്ക് പോകുന്ന കുട്ടികളോടൊരു വാക്ക്, നിങ്ങളെ ക്യാമ്പസിൽ പല രീതിയിൽ അധ്യാപകരുണ്ടാകും. ക്യാമ്പസിൽ പല രീതിയിൽ എനിക്ക് കുട്ടികളോട് പറഞ്ഞു തരുന്നതാണ്. അഥവാ ദീനീപരമായ കാര്യത്തിൽ കോൺഫ്ലിക്റ്റ് ആക്കുന്ന ആളുകൾ. സത്യത്തിൽ ക്ലാസ് റൂമിൽ ഞാനും അധ്യാപകനാണ്. ഞാൻ BBA-ക്കും MBA-ക്കും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. UK-യിലെ ക്യാമ്പസ്, UK-ൻ്റെ ക്യാമ്പസ് നമ്മുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും പോകാറുള്ളൂ. HR, മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും അധ്യാപകർ പല രീതിയിലും ക്ലാസ്സിൽ പറയും, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. കാരണം അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് സബ്ജക്റ്റാണ്, ഒരിക്കലും ഐഡിയോളജി അല്ല. ഒരാൾ വന്നിട്ട് എത്തീസം പഠിപ്പിക്കുക, വേറൊരാൾ വന്നിട്ട് അനോട്ടിസം പഠിപ്പിക്കുക, വേറൊരാൾ വന്നിട്ട് ഡിങ്കോയിസം പഠിപ്പിക്കുക, ലിറ്ററേച്ചറിൻ്റെ ആൾ വന്നിട്ട് മിത്ത് പഠിപ്പിക്കുക. ആ സബ്ജക്റ്റ് പഠിപ്പിക്കാവും. അതൊരു നിയമപരമായ വശമാണ്. അല്ലാതെ കുട്ടികൾക്കിടയിൽ പഠിച്ചുകൊണ്ടെന്ന് എന്താ തെളിവെന്ന് ഒരു അധ്യാപകനെ കൊണ്ടും ചോദിപ്പിക്കരുത്. കാരണം ഓരോരുത്തരും ഓരോ വിശ്വാസത്തിലൂടെ പോവാണ്. അതുകൊണ്ട് സിലബസിലില്ലാത്ത കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധ്യാപകരെ അനുവദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വഴക്കൂടല്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിനുള്ള പ്രതിവിധികളൊക്കെ ഇവിടെ മന്ത്രിമാരും മിനിസ്റ്റേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മദ്യമടിച്ചാൽ എന്താ കുഴപ്പം, മയക്കുമരുന്നൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നേതെങ്കിലും അധ്യാപകൻ പറഞ്ഞാൽ അയാൾക്കെതിരെ നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാം. കാരണം അത് അയാളുടെ സബ്ജക്റ്റിൽപ്പെട്ടതല്ല. ചിലപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ MDM അടിക്കുന്ന ആൾക്കാരും അധ്യാപകരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. MDM ഒക്കെ ഭയങ്കര രസമാണടാ, എല്ലാവരും യൂറോപ്പിലൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാം. ഞാനിത് വെറുതെ പറയല്ല, എന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പ്രകാരം ഞാൻ നിങ്ങളോട് പറയാം. അധ്യാപകർ സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ മതി, നേരെ ഓപ്പോസിറ്റും വേണ്ട. അപ്പോൾ ഞാൻ സൈക്കോളജി ക്ലാസ്സിന് കയറിക്കാണ്ട് ആ ക്ലാസ്സിൽ പോയിക്കാണ്ട് ഫുൾ എന്താക്കാൻ പാടില്ല, ആൾക്കാരെല്ലാവരും കൂടി ദീന് പറഞ്ഞിട്ട് ഇതാക്കാൻ പാടില്ല. കാരണം വ്യത്യസ്ത സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കുട്ടികളും വ്യത്യസ്ത മതക്കാരായ കുട്ടികളുമാണ്. ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവർ പോകട്ടെ. പിന്നെ അവരുടെ നന്മയിൽ അവർക്ക് പങ്കാളിയാകാം, അവരുടെ വാല്യൂസിൽ, അവരുടെ എഫക്റ്റിൽ, അവർ നല്ല രീതിയിൽ വളരുന്നതിൽ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അവരുടെ ഗോൾ സെറ്റുകൾ, സ്ട്രാറ്റജികൾ, അതിലൊക്കെ അധ്യാപകർക്ക് നല്ല പങ്കാളിയാകാം. നെഗറ്റീവായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ച് UGC-ക്ക് വരെ റിപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ആരെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പരതയിലൂടെ നിങ്ങൾ പോകണം. ഈസ് അല്ലാഹ് ഈസ് അലൈഫ് എന്ന് ഏതെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ നല്ല സുന്ദരമായി ചോദിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തോന്നരുത് ഈസ് അല്ലാഹ് ഈസ് അലൈഫ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. കാരണം നിങ്ങൾക്കതിൻ്റെ മറുപടി ഉണ്ടാകണം. അതിന് ദീനീപരമായ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകണം. അതിമനോഹരമായി ദീനിനെ വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അയാളോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, നിയമപരമായ ഗോധയിലൂടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ വ്യത്യസ്തരായ ആശയക്കാർ, മതക്കാർ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ ചോനാരി കുടുംബത്തിലെ പണ്ടുമുണ്ടായിട്ടില്ല, ഇനിയും പറയുന്നു, ഈ ചോനാരി കുടുംബത്തിലെ ഒരാളും വർഗീയപരമായി ചിന്തിക്കരുത്. ആവർത്തിച്ചു പറയുന്നു, ഒരു കുട്ടിയും വർഗീയപരമായി പോകരുത്. ഒരു കുട്ടിയും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് പോകരുത്. നിങ്ങളറിയുന്നുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? ഒരു പിതാവെന്ന അർത്ഥത്തിൽ ഞാൻ പറയാം, നമ്മളിങ്ങനെ ആശുപത്രിയുടെ ഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ ദാ അപ്പുറത്ത് ലേബർ റൂമാണ്, അവിടെ കിടന്ന് നമ്മുടെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസവം നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അതിന്റെ പണികൾ നടക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? അവിടുന്ന് ഒരു കരച്ചിൽ കേൾക്കുന്ന ഒരു കുട്ടിയുടെ, ആ കുട്ടിയെ കഴുകിക്കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു നിമിഷമുണ്ട്. ആ സെലിബ്രേഷന്റെ അപ്പുറത്തില്ല, ഒരു പിതാവിനും അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു സെലിബ്രേഷൻ ഇല്ല. നമ്മൾക്ക് ജനിച്ച കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു രംഗമുണ്ട്. ഒരു പിതാവിനും അതിന്റെ അപ്പുറത്തേക്കുള്ള സെലിബ്രേഷൻ ഇല്ല. നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് അവനിടുന്നൊരു പേരുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു പിതാവിനും ഒരു ആഘോഷമില്ല. പിതാക്കന്മാരെ കുട്ടികളെ കൊണ്ടെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ അവരെ മാത്രം ഉയർത്തി പറയില്ല, തോളത്ത വെക്കുക, കാലൊന്നിങ്ങനെ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഊട്ടിയിലൂടെ നടക്കുമവര്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണാത്തതും കാണുമോനെ, ഞാൻ കേൾക്കാത്തതും കേൾക്കുമോനെ, എന്നേക്കാൾ ഉയരത്തിൽ നീ എത്തുമോനെ എന്നാണ്. ആ പിതാവിനെ ഒരിക്കലും നിങ്ങൾ കരയിപ്പിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. അതേപോലെ തന്നെ
ഉമ്മമാർ വഹ്നുൻ വലാ വഹ്ൻ, അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ഉമ്മമാർ സഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രയാസത്തിന് മേൽ പ്രയാസം വന്നിട്ടാണ് അവർ നിങ്ങളെ ചുമന്നത് എന്ന്. ആ ഒരു രംഗം ഒരു ആണ് 1000 PhD എടുത്താലും തിരിച്ചറിയാത്ത ഒരു നോവിന്റെ പേരാണ് ഈ പറയുന്ന ജന്മം നൽകുന്ന സമയത്ത് അവരുടെ നോവിന്റെ. അത് ഏകദേശം 18 അല്ലെങ്കിൽ 20 22 എത്ര വാരിയെല്ലുകളുണ്ടോ ആ എല്ലുകളെല്ലാം നുറുങ്ങിപ്പോകുന്നൊരു വേദനയുണ്ട് പ്രിയപ്പെട്ട മാതാവിന്. കാത്തിരിപ്പിന്റെ അവിടെ സ്നേഹം എന്ന് തുടങ്ങിയതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് കണ്ണുണ്ടോ എന്ന് അവർക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നാള് കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയി, അന്ധന്മാരുടെ പരിപാടിയിൽ. ഇത്രമാത്രം കോഴിക്കോടും മലപ്പുറത്തും അന്ധന്മാരുണ്ടോ എന്ന് ഞാൻ അന്ന് അതിശയപ്പെട്ടതാണ്. കാരണം കണ്ണ് കാണാത്ത കുട്ടികൾ, അതേപോലെ തന്നെ അങ്ങനെ കുട്ടികൾ. നമുക്ക് കണ്ണുണ്ടോ എന്നവർക്കറിയില്ലായിരുന്നു, നമ്മൾ കറുത്തതോ വെളുത്തതോ എന്നവർക്കറിയില്ലായിരുന്നു, നമുക്ക് കാലുണ്ടോ ഇല്ലയോ എന്നവർക്കറിയില്ലായിരുന്നു. അപ്പോഴും അവർ വയറ് തടവിക്കൊണ്ട് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ആദ്യം സ്നേഹിച്ച ആളാരാന്നറിയോ? അത് സ്വന്തം മാതാവാണ്. അതിന് പകരം നിൽക്കാൻ ആർക്കും കഴിയില്ല. നമ്മളിപ്പോൾ പറയുന്ന ചങ്ക് ബ്രോസ് ഉണ്ടല്ലോ, അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ് നിന്ന്. നമ്മളിപ്പോൾ പറയുന്ന വലിയ വലിയ ചങ്ക് ബ്രോസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചങ്ക് ഗേൾസ് ഉണ്ടല്ലോ, അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഡിഗ്രിക്ക് പോയപ്പോഴാ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം എപ്പോൾ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ തനിക്കൊരു മീറ്റിംഗ് വന്നപ്പോ, തനിക്ക് ഡേറ്റ് തെറ്റിയിരിക്കുന്നു എന്ന് കണ്ടപ്പോ വഴഞ്ഞുകൊണ്ട് ഈ കുട്ടി ജനിക്കുമോ എന്ന് പോലും അറിയാതെ സന്തോഷത്തോടെ നിന്നൊരു പാവം സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ഉമ്മ എന്ന്. ആ ഉമ്മയെ കരയിപ്പിച്ച് മുന്നോട്ട് പോയാൽ ആ കണ്ണുനീര് അഗ്നിയാണ്. എവിടെയാണോ വീഴുന്നത് അവിടെ കത്തിച്ചാമ്പലാകും. ആ സ്ഥലത്തെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെയായി മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിച്ച് മുന്നോട്ട് പോകണം. അവസാനിപ്പിക്കുന്നു, കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടെ നിൽക്കണം. ദയവ് ചെയ്തിട്ട് ആഘോഷപൂർവ്വം നമ്മൾ തിമിർത്താടുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും പാരസ്പര്യം വിടല്ലേ, പരസ്പര സ്നേഹം വിടല്ലേ. നമുക്ക് ചിലപ്പോൾ കുറച്ച് സമ്പത്തുണ്ടാകും, സമ്പത്തില്ലാത്തവന് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കല്ലേ. സമ്പത്തില്ലാത്ത ഏതോ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അവനിങ്ങനെ പാവം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവനെ പോയിട്ട് കൈപിടിച്ചിട്ട് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഏതോ വിധവയുണ്ടാകും, ഭർത്താവ് മരിച്ചുപോയ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകും. ആ സ്ത്രീയെ പ്രത്യേകം നിങ്ങൾ കാണണേ, പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണേ. കാരണം വിധവകളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് വിശ്വാസമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഭർത്താക്കന്മാരില്ലാത്ത ആളുകൾ മക്കളെയും കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടാകും. ആ മക്കളുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പറ്റുന്ന കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറണം. ഒരാളെ വിധവയാകുമ്പോൾ മറ്റുള്ളവർ യത്തീമുകളാണ്, അവിടെ കുട്ടികൾ യത്തീമാണ്. യത്തീമും വിധവയും തമ്മിലുള്ള ബന്ധത, നമ്മൾ യത്തീമുകളെ സംരക്ഷിക്കും, പക്ഷെ ആ യത്തീമുകളുടെ ഒരു ഉമ്മയുണ്ട്, അയാളുടെ പേരാണ് വിധവ എന്ന്. അതുകൊണ്ട് വിധവകളെയും യത്തീമുകളെയും ഒരേപോലെ സംരക്ഷിച്ചു പോകണം. പോരാ, പരസ്പരം സ്നേഹത്തോടെ ഈ ചോനാരി കുടുംബം എന്നും ഒന്നിച്ചു നിൽക്കണം. ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരല്ലേ. മതസംഘടനകളുടെ അങ്ങോട്ടിങ്ങോട്ടുള്ള വിയോജിപ്പുകൾ ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരല്ലേ. ഇവിടുത്തെ കാരണന്മാർ ഇതായിരിക്കുന്നു, ഇവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവുമെന്നറിയോ? എൻ്റെ സംസാരം നിങ്ങൾ വിട്ടേക്ക്, അവർ വല്ലാതെ സന്തോഷത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ. പഴയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പുതിയ കാലത്തിലേക്കുള്ള സഞ്ചാരപഥത്തിലൂടെ കടന്നു പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളെ നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ. പോരാ, ഇവിടെ വേറെ 2 കുടുംബം കൂടിയുണ്ട്. ചോനാരി കുടുംബമല്ലാത്ത 2 കുടുംബം ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അവർ ചോനാരി കുടുംബത്തിലേക്ക് വന്ന പെൺകുട്ടികളാണ്, മരുമക്കളായി വന്നവരാണ്. അവരുടെ കുടുംബത്തിൻ്റെ പേര് ചോനാരി എന്നല്ല. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ പരിഗണിക്കണേ. ചോനാരി കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആ അന്തസ് കാണിക്കേണ്ടത് മരുമക്കളോടാണ്. അമ്മായിമ്മമാരൊരിക്കലും മരുമക്കളോട് മോശമായി പെരുമാറല്ലേ. നമ്മൾ ചോനാരി കുടുംബമാണ്. അതിമനോഹരമായി മക്കളെപ്പോലെ മരുമക്കളെ നെഞ്ചിൽ ചേർക്ക്. മരുമക്കൾക്ക്, പെമ്മക്കൾക്ക് കുറെ ഉമ്മ കിട്ടാറുണ്ട്, മരുമക്കളെ മുത്തം വെക്കുന്ന അമ്മായിമ്മമാരുടെ എണ്ണം വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ചോനാരി കുടുംബം എന്ന് പിരിയുമ്പോൾ വീട്ടിൽ പോയിട്ട് മരുമക്കൾക്ക് മുത്തം കൊടുക്കുന്ന അമ്മായിമ്മമാരായി നമ്മൾ മാറണം. കാരണം അത് നമ്മളുടെ മോളാണ്. ഏതോ ഒരു പാവം പിതാവിൻ്റെ മോള് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. അവളുടെ വീട്ടിൽ നിന്നത് 19-20 വർഷമാകാം. ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് മരണം വരേക്കുമാണ്. അതുകൊണ്ട് അവൾ ജനിച്ച വീട്ടിൽ നിന്നതിനേക്കാൾ നിന്ന കുടുംബം എന്ന അർത്ഥത്തിൽ നമ്മുടെ സ്വന്തം മക്കളായി അവരെ പരിഗണിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മരുമക്കളോട് ദയവ് ചെയ്ത് ഇന്നത്തെ കുടുംബസംഗമം പിരിഞ്ഞു പോകുമ്പോൾ അമ്മായിമ്മ അവിടെ ഇരിക്കണം, മരുമകൾ അവിടെ ഇരിക്കണം എന്നാകരുത്. അമ്മായിമ്മൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് സുന്ദരമായിട്ട് നടക്കുന്ന സ്വന്തം മകളായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മാറണം. പ്രിയപ്പെട്ട ആണുങ്ങളോടും ഭാര്യ-ഭർത്താക്കന്മാരോട് പരസ്പരം സ്നേഹവും അതിൻ്റെ ഊഷ്മളതയും വീട്ടിൽ നിങ്ങൾ കാണിക്കണം. പ്രണയിക്കണം എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.
പരസ്പരം ആ പ്രണയം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണിക്കണം. മക്കൾ ആ ലോകത്തിലൂടെ കടന്നു പോകണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് നിങ്ങൾ ഇതിനെ എടുത്തു പറക്ക്. കാരണം ചിറകുകൾ നിങ്ങളുടെ കയ്യിലാണ്. ചോനാരി കുടുംബത്തിൻ്റെ ഈ യശസ്സിനെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ യുവാക്കൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ലത്തീഫിനെ പോലെയുള്ള പ്രിയപ്പെട്ട റഫീഖ് ഭായിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടു പോകട്ടെ ഈ യശസ്സിനെ. അങ്ങനെ യുവാക്കൾ സുന്ദരമായിട്ട് ഇതിനെ കൊണ്ടുപോ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടത്തോട് ഭാവിയിൽ ഇവിടെ ആദരം നടക്കുമ്പോൾ ചോനാരി കുടുംബത്തിൽ നിന്നൊരു IAS കാരനെയെങ്കിലും ഇവിടെ വെച്ച് ആദരിക്കുന്നൊരവസ്ഥയുണ്ടാകണം. ചോനാരി കുടുംബത്തിൽ നിന്ന് ഇഷ്ടം പോലെ ഡോക്ടർമാരെ ആദരിക്കുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാകണം. ഒരുപാട് IITiansനെ, എഞ്ചിനീയേഴ്സിനെ എന്ന് ഞാൻ പറയുന്നില്ല, എഞ്ചിനീയറിംഗ് പലയിടത്തുനിന്നും കഴിയാം. IITiansനെ അല്ലെങ്കിൽ NITiansനെ ഇവിടെ ടോപ്പ് ലെവലിലേക്ക് കയറിയിട്ടുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കണം. ഇതേപോലെ തന്നെ ഈ പറയുന്ന കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ടെക്സസ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള ടോപ്പ് റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കണം. പോരാ, തിരുവനന്തപുരത്താണ് നാളെ എനിക്ക് പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ഒരു കുടുംബത്തെ കണ്ടു. അത് തൊലിപ്പാറ എന്ന് പറയുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ, ഒറ്റ കുടുംബത്തിൽ ഒരു ലബ്ബ എന്ന് പറയുന്ന മനുഷ്യന്റെ 12 മക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മക്കളിൽ 56 ഹാഫിളീങ്ങളെയാണെന്ന് ആദരിച്ചത്. ഒരു കുടുംബത്തിൽ 56 ഹാഫിളീങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തോട് നമ്മുടെ കുടുംബത്തിൽ ഹാഫിളീങ്ങൾ ആദരവിന് വേണ്ടി കടന്നു വരണം, ആലിമീങ്ങൾ ആദരത്തിന് വേണ്ടി കടന്നു വരണം. എല്ലാറ്റിനും അപ്പുറം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ടെസ്റ്റുകൾ നടത്തിയിട്ട് അവരെ വേറെ വേറെ ലോകത്തിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ വിദ്യാഭ്യാസത്തിൻ്റെ സംഹിത ഈ ചോനാരി കുടുംബത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടാകണം. ഇനി നമ്മുടെ കുട്ടികൾ നല്ല ഡിസൈൻ ചെയ്തിട്ട് ടോപ്പ് ലെവൽ ക്യാമ്പസിലേക്ക് എത്തട്ടെ. ഇവിടെ പിന്നീട് ആദരം വാങ്ങുമ്പോൾ ഇന്ന ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളെന്ന്, അതേമാതിരി UPSC എഴുതിയിട്ട് ഇന്ന സ്റ്റേജിൽ എത്തിയ കുട്ടികളെന്ന്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എത്തിയവരെന്ന് ചോനാരി കുടുംബത്തിലെ ആളുകളെ ഭാവിയിൽ ഈ സ്റ്റേജിൽ വെച്ച് ആദരിക്കുന്നൊരവസ്ഥയുണ്ടാകട്ടെ. അതിനെല്ലാറ്റിനും വേണ്ടി മൂല്യത്തോടെ പോകുന്ന, വിദ്യാഭ്യാസത്തിലൂടെ പോകുന്ന, സമ്പത്തിലൂടെ പോകുന്ന സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല ബിസിനസ്സുകാരായിട്ട് നിങ്ങൾ വളർന്നോ. ഇതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഈഗോയിസം ഇല്ലാതെ പോകുന്ന കുടുംബമാക്ക്. ഞാൻ ചോനാരിയിൽ ഇന്നതാണ്, ഈ ചോനാരിയിൽ തന്നെ ചിലപ്പോൾ 4-5 ടീമുകൾ ഉണ്ടാവും. ഞാൻ ചോനാരിയിൽ ഇന്നതാണ്, ഓല് കുറച്ച് അങ്ങനെയായിരുന്നു പണ്ട്, ഇപ്പം കുറച്ച് പൈസ ഉണ്ടായി വന്നതാണെന്നൊന്ന് ആലോചിക്കല്ലേ. ഇപ്പം പൈസ ഉണ്ടായാലും എപ്പോൾ പൈസ ഉണ്ടായാലും ഒക്കെ അവർ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. പൈസ ഇന്ന് വരും നാളെ പോകും, അങ്ങനത്തെ ഒരു സാധന. നമ്മുടെ വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയങ്ങളെ എല്ലാറ്റിനെയും മാറ്റിവെച്ചുകൊണ്ട്, അതാണ് എന്നെ അനുസരിച്ച് നിങ്ങൾ പോയിക്കോ. ഏത് രാഷ്ട്രീയത്തിലും ഏത് മതസംഘടനയിലാണോ നമ്മൾ ഉള്ളത് അതിനനുസരിച്ച് പോയിക്കോളൂ, യാതൊരു വിരോധവുമില്ല. പക്ഷേ കുടുംബം കൂടുന്ന സമയത്ത് ഒന്നിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് കാരണവന്മാരെ ആദരിക്കുകയും യുവാക്കളെ മാനിക്കുകയും വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ത്രീവർഗത്തിന് ഏറ്റവും കൂടുതൽ നല്ല ഡിഗ്നിറ്റി കൊടുത്ത്, ആദരം കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉന്നതമായൊരു കുടുംബമായി നമ്മുടെ ഈ കുടുംബം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഇന്ന് മുതലാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ എണീപ്പിക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ രീതിയിൽ ചോനാരി കുടുംബം മൂല്യത്തിലൂടെ കടന്നു പോകുമെന്ന്, ദീനിയായ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന്, ഇതേപോലെ തന്നെ ഉന്നതമായി ഡ്രഗ്സിൽ നിന്ന് മാറി നിന്ന് മരുന്നടിക്കാതെ പോകുമെന്ന്, നല്ല കുടുംബമായി മാതാപിതാക്കളെ സ്നേഹിച്ചു പോകുമെന്ന്, മാതാപിതാക്കൾ തിരിച്ച് കുട്ടികളോട് നല്ല രീതിയിൽ പോകുമെന്ന്, സമൂഹത്തിൽ ഉന്നതമായൊരു കുടുംബമായി മുന്നോട്ട് പോകുമെന്ന്, സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിൽ നമ്മൾ ഉണ്ടാകുമെന്ന്, ഒരർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീന വിട്ടുകൊണ്ട് കളിക്കില്ല എന്ന്, വിശ്വാസമയുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ അടുക്കുമെന്ന്, അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ യശസ്സോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ചോനാരി കുടുംബമായി നമ്മൾ മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രയാസമില്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന 4 ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ. എല്ലാവർക്കും കൊടുക്കണം എന്നില്ല, നമുക്കൊരു ചെറിയ മടിയൊക്കെ തോന്നും, എന്നാലും കൈയാണ്ട് കൊടുത്താളി ഇൻഷാ അല്ലാഹ്. വയസ്സന്മാരും കൊടുത്തോളി. യുവാക്കൾക്ക് നല്ല രീതിയിൽ ചോനാരി കുടുംബം ഇനിയും ഉയർന്നു പോകട്ടെ. പഴയ കാലത്ത് മമ്പുറന്തങ്ങളുടെ യശസ്സിന്റെ പിന്നാലെ നിഴലായി നിന്നതുപോലെ ഇനിയുള്ള വലിയ വലിയ പരിവർത്തനത്തിന്റെ പിന്നിൽ വീണ്ടും ഈ ചോനാരി കുടുംബം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷണിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു. നിങ്ങൾക്കൊരു നല്ല ദിവസം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു.